എല്ലാവർക്കും ഞങ്ങളെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പം ചെമ്മീൻ ഫ്രൈഡ് റൈസിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് വേണം. അതുപോലെ തന്നെ അതിലേക്ക് വലിയ ഉള്ളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് വേണം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞു വെച്ചത് വേണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് വേണം. അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ഇതുപോലെ അരിഞ്ഞു വെച്ചത് വേണം. കുറച്ച് ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും ഇതുപോലെ വേണം. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ ആവശ്യമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 മണിക്കൂർ വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുള്ള നല്ല ബസുമതി അരിയാണ് വേണ്ടത്. പുതിർത്ത് വെച്ച് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബട്ടർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കുറച്ച് ഏലക്കായ, ഗ്രാമ്പു, കുറച്ച് പട്ട, അത് ജാതിപത്രീൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ കുക്കറിൽ ഒഴിക്കുക. അരിയും തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചക്കറികളും ചെമ്മീനും കുക്കറിൽ ഇട്ട ശേഷം കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബട്ടർ, ഇതിൽ നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ആ ബട്ടറും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയത്താണ് ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. ചെമ്മീൻ ഫ്രൈഡ് റൈസ് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഇവിടെ പാകമായിട്ടുണ്ട്. അപ്പോൾ 2 വിസിലും ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് നേരം ആവിയിൽ ഒന്നുകൂടെ വേവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചെമ്മീൻ ഫ്രൈഡ് റൈസ് റെഡിയായി നമ്മൾ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇടാം. എന്നിട്ട് ഇത് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. ചെമ്മീൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരിക്കൽ കൂടി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം.